ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്ഷരമുറ്റം ക്വിസിൻ്റെ UP സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ്. HSS വരെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. 2, ഇന്നലെ ചെയ്തോരബദ്ധം മുടർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. അതിൽ മൂളായിക സമ്മതം രാജൻ. ഏത് മഹാകവിയുടെ വരികളാണിത്? ആൻസർ മഹാകവി കുമാരനാശാൻ. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. 4, ഗാന്ധിജി 1903 ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം. ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. 5, 2026 ഒക്ടോബറിൽ നടക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ്? 8ാമത്തെ. 6, താഴെ തന്നിരിക്കുന്നവയിൽ ഏഷ്യൻ രാജ്യമല്ലാത്തത് ഏതാണ്? ഏതൊക്കെ തന്നിട്ടുള്ളത്? ജപ്പാൻ, അർജൻറ്റീന, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ. ആൻസർ അർജൻറ്റീന. 2025 ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് മത്സരത്തിൽ ആരെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് ലോക വനിതാ ചെസ് ചാമ്പ്യനായത്? കൊനേരു ഹംപി. രണ്ടുപേരും ഇന്ത്യക്കാരാണ്. 8, ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ ഭവനത്തിൻ്റെ പേരാണ് സന്ധ്യ? പ്രൊഫസർ MK സാനു. 9, 2024 ജനുവരി 29 ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ 5 വയസ്സുകാരിയുടെ കഥ പറയുന്ന സിനിമ 82ാം വെന്നീസ് ചലച്ചിത്രമേളയിൽ സിൽവർ ലയൺ പുരസ്കാരം നേടി. ഗസയിൽ കൊലപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പ്രതീകമായി മാറിയ അവളുടെ പേരെന്ത്? ആൻസർ ഹിന്ദ് റജബ്. സിനിമയുടെ പേര് ദ വോയിസ് ഓഫ് ഹിന്ദ് റജബ്. ദേശീയ വായനാ ദിനം ജൂൺ 19 കേരളത്തിൽ ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നതെന്ന്? സെപ്റ്റംബർ 14. 11, കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ വി ശിവൻകുട്ടി. 12, മോറികൾച്ചർ ഏത് ചെടിയുടെ കാര്യക്ഷമമായ വളർത്തിയെടുക്കലിനെയാണ് സൂചിപ്പിക്കുന്നത്? മൾബറി. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കോഡ് ചോദ്യമായിരുന്നു, അത് സ്ക്രീനിൽ നൽകിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി 14, 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയുടെ എഴുത്തുകാരനാണ്? ഹിന്ദി. 14 ഇതുപോലെ സ്ക്രീൻ നൽകിയിട്ടുള്ള ചോദ്യമായിരുന്നു. അതിൽ 4 വാക്കുകൾ തെറ്റ് കണ്ടുപിടിക്കാനാണ്. അതിൽ ജിറാഫാണ് തെറ്റ്. 16, ചന്ദ്രൻ ഓരോ ദിവസവും വ്യത്യസ്ത സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുന്നതിനാൽ. 17, വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ അടക്കം ചെയ്ത പുതുമലയിലെ ശ്മശാനത്തിന് മേപ്പാടി പഞ്ചായത്ത് നൽകിയ പേര്? ജൂലൈ 30 ഹൃദയഭൂമി. 18, ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തിയത് 1982 ഏത് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലത്തിനാണ് ഇത് നടന്നത്? ഉത്തരം കേരളം. എവിടെയാണ്? എറണാകുളത്തെ നോർത്ത് പറവൂരിൽ. 19, മികച്ച യുവ ഫുട്ബോൾ താരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായി 2ാം തവണയും ലാമിൻ യമാൻ നേടി. ഏത് രാജ്യത്തിൻ്റെ താരമാണ് അദ്ദേഹം? ആൻസർ സ്പെയിൻ. 20, ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14. ഇനി ടൈ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായ സംസ്ഥാനം ഏത്? മണിപ്പൂർ. 2, അനിൽ വി നാഗേന്ദ്രൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വീരവണക്കം എന്ന തമിഴ് ചലച്ചിത്രം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്? സഖാവ് P കൃഷ്ണപിള്ള. 1941 ജൂൺ 18 അന്തരിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ജൈവ കൃഷിരീതിക്ക് പ്രാധാന്യം നൽകുന്ന നവധാന്യ എന്ന സംഘടന സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തക? വന്ദന ശിവ. 5, ലോക അത്ലറ്റിക് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? അഞ്ജു ബോബി ജോർജ്. എൻ്റെ മക്കളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.